നമസ്കാരം, ഇത് IBN മലയാളം. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ MBBSന് സീറ്റ് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ കന്യാകുമാരിയിൽ താമസിക്കുന്ന പത്തനംതിട്ട കൂടൽ സ്വദേശി പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട കൂടൽ സ്വദേശിയും വർഷങ്ങളായി കന്യാകുമാരിയിൽ താമസക്കാരനുമായ 55-കാരനായ ജേക്കബ് തോമസിനെയാണ് ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് വെസ്റ്റ് പോലീസ് പിടികൂടിയത്. മലേഷ്യയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ കുടുങ്ങുകയായിരുന്നു. ജേക്കബ് തോമസ് സുവിശേഷ പ്രവർത്തകനാണെന്നും ഫാദർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നതെന്നും പോലീസ് പറഞ്ഞു. ഇയാളുടെ കൂട്ടുപ്രതി പോൾ ഗ്ലാഡ്സൺ നേരത്തെ അറസ്റ്റിലായിരുന്നു. മകൾക്ക് വേണ്ടി അഡ്മിഷന് ശ്രമിച്ച തൃശൂർ പടിഞ്ഞാറേക്കോട്ട സ്വദേശിയായ ഡോക്ടർ അടക്കമുള്ളവർ തട്ടിപ്പിന് ഇരയായവരിൽ ഉൾപ്പെടുന്നു. അടൂർ സ്വദേശികളായ 2 പേരിൽ നിന്ന് 1.5 കോടി തട്ടിയതടക്കം വിവിധ ജില്ലകളിൽ നിന്ന് 10 കോടിയിലേറെ രൂപ ജേക്കബ് തോമസും ഗ്ലാഡ്സനും ഉൾപ്പെടെ സംഘം തട്ടിയെടുത്തതായി പോലീസ് സംശയിക്കുന്നു. വെല്ലൂർ മെഡിക്കൽ കോളേജിൻ്റെ ചുമതലയുള്ള ബിഷപ്പാണ് പോൾ ഗ്ലാഡ്സൺ എന്ന് പരിചയപ്പെടുത്തിയാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. സുവിശേഷ പ്രവർത്തകരെന്ന് പരിചയപ്പെടുത്തി ജേക്കബ് തോമസാണ് ഇരകളെ വലവീശി പിടിച്ചിരുന്നത്. സ്റ്റാഫ് കോട്ടയിൽ മെഡിക്കൽ കോളേജിൽ തൻ്റെ പേരിൽ MBBS സീറ്റ് ഒഴിച്ചിട്ടിട്ടുണ്ടെന്ന് പ്രചരിപ്പിച്ചായിരുന്നു ഇവരുടെ തട്ടിപ്പ്. 1 കോടി രൂപ കൈമാറിയാൽ സീറ്റ് നൽകാമെന്നായിരുന്നു വാഗ്ദാനം. കൊരട്ടി, അടൂർ, അങ്കമാലി, പന്തളം, പാല തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ ജേക്കബിനെതിരെ കേസുകൾ നിലവിലുണ്ട്. മഹാരാഷ്ട്രയിലും ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഗ്ലാഡ്സണിന് പുറമെ വിജയകുമാർ, അനു സാമുവൽ, ജേക്കബിൻ്റെ മകൻ റൈനാട്ട് എന്നിവരെയും പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. വെസ്റ്റ് SHO P ലാൽകുമാറിൻ്റെയും SI സുജിത്ത്, സീനിയർ CPO ടോണി വർഗീസ്, CPO മഹേഷ്, റൂബിൻ ആൻ്റണി എന്നിവരുടെയും നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.